എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ നാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പാപ്പിനികളെന്ന നൊമാഡുകൾ വസിച്ചിരുന്ന ഗ്രാമം. ചൂരക്കാടൻ ആറോണും സാമുവൽ ആറോണും വ്യവസായശാലകൾ നിർമ്മിച്ചിട്ടുള്ള പ്രദേശം. മിത്തും ചരിത്രവും ഒരുപോലെ ഇടകലർന്ന് സാമൂഹ്യ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള പാപ്പനശ്ശേരി പ്രദേശത്തിന് നമ്മോട് ഒരുപാട് കഥകൾ പങ്കുവെക്കാനുണ്ട്. നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ക്യാമറ തിരിക്കുന്നത് പാപ്പനശ്ശേരി പഞ്ചായത്തിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ്. പാപ്പനശ്ശേരി എന്ന പേര് വന്നതിനെ കുറിച്ചിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പാപ്പനശ്ശേരിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പാപ്പനശ്ശേരി ശിവക്ഷേത്രം എന്ന് പറയുന്നത്. അഹിരണേശ്വരം എന്നാണ് സാധാരണ അത് അറിയപ്പെടുന്നത്. അതായത് പാമ്പണി ചേരിയാണ് പാപ്പിനിശ്ശേരിയായത്. പാമ്പണി ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് കഴുത്തിൽ ധരിച്ചവൻ ശിവൻ. അപ്പോൾ ശിവൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പേര് വന്നത് എന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. പാമ്പണിശ്ശേരി ലോപിച്ചിട്ടാണ് പാപ്പനശ്ശേരി ആയത് എന്നുള്ള ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട അഭിപ്രായം, ഈ നായന്മാരിൽ അവരുടെ അടിയന്തര കർമ്മങ്ങൾ, ഇപ്പോൾ പുല, അതുപോലെ തന്നെ ജനനം, മരണം, ഇവയൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള അടിയന്തര കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗമായിരുന്നു പാപ്പിനികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. ആ പാപ്പിനികൾ അധിവസിച്ചിരുന്ന ഒരു മേഖലയായിരുന്നു ഈ പാപ്പിനിശ്ശേരി അരോളി പ്രദേശങ്ങൾ എന്ന് പറയുന്നുണ്ട്. അവർ താമസിച്ചിരുന്ന സ്ഥലം എന്നുള്ള നിലയിലാണ് പാപ്പിനിശ്ശേരി, പാപ്പിനികളുടെ ചേരി എന്നുള്ള നിലക്ക് പാപ്പിനിശ്ശേരി എന്ന പേര് വന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു അഭിപ്രായം ആണ്. പാപ്പനശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആകെ വിസ്തൃതി 5.75 ചതുരശ്ര മൈലാണ്. നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 2011 സെൻസസ് പ്രകാരം 35,134. പുരുഷന്മാരാകെ 15,988, സ്ത്രീകൾ 19,746. അതിൽ പട്ടികജാതി വിഭാഗമുണ്ട്. നമുക്കിവിടെ പട്ടികജാതി മാത്രമേ ഉള്ളൂ. പട്ടികവർഗ വിഭാഗങ്ങൾ നമ്മുടെ പാപ്പനശ്ശേരി പഞ്ചായത്തിലില്ല. നമ്മുടെ ആകെ ഉള്ളത് 20 വാർഡുകളാണ്. 20 വാർഡുകളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മെമ്പർമാർ തന്നെയാണ് പാപ്പനശ്ശേരി ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമ്മുടെ അതിരുകൾ എന്ന് പറയുന്നത് കിഴക്ക് വളവട്ടണം പുഴ, കിഴക്ക് വടക്കായിട്ട് ആന്തൂർ മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ വടക്ക് കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത്, പടിഞ്ഞാറ് വളവട്ടണം പുഴ, തെക്ക് വളവട്ടണം പുഴയാണ്. രണ്ടായിരത്തി 2018 ക്ലീൻ വെഞ്ചേഴ്സ് കണ്ണൂർ ചിക്കൻ വേസ്റ്റ് റെൻഡറിംഗ് പ്ലാന്റ് പാപ്പനശ്ശേരി പ്രദേശത്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രവാസി കൂട്ടായ്മയുടെ ഭാഗമായി തുടങ്ങിയിട്ടുള്ള ഈ സംരംഭം ജില്ലയിലെ കോഴിമാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുകയാണ് ചെയ്തു വരാറുള്ളത്. ഈ കാലത്തിനിടയിൽ അത്രയും മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന
ഈ സംരംഭത്തിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് മുന്നിൽ. ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങുന്നത് 2018-ലാണ്. 2017 തന്നെ ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും അതിൻ്റെ കൺസ്ട്രക്ഷനും തുടങ്ങിക്കഴിഞ്ഞു. പാപ്പിനിശ്ശേരി പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് 2018-ലാണ് ഇവിടെയുള്ള ചിക്കൻ സ്റ്റാളുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചിക്കൻ വേസ്റ്റുകൾ, അറവ് മാലിന്യങ്ങൾ, അത് അടച്ചുറപ്പുള്ള വണ്ടികളിൽ, ശീതീകരിച്ച വണ്ടികളിൽ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ പ്രോസസ്സ് ചെയ്യാനുള്ള പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. 2018 നമ്മൾ ഈ പ്രൊജക്റ്റ് തുടങ്ങുന്ന സമയത്ത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ഈ പ്ലാന്റിൻ്റെ പരിസരങ്ങളിലൊക്കെ എന്നുണ്ടെങ്കിൽ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളി വളവട്ടപ്പാലത്തിൻ്റെ താഴെയൊക്കെ എന്നുണ്ടെങ്കിൽ ഒരുപാട് എൻവറോൺമെൻറ്റൽ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. മൂക്ക് പൊത്താതെ വളവട്ടണം പാലത്തിൻ്റെ അടുത്തൊന്നും യാത്ര ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. പ്ലാന്റ് വന്നതിന് ശേഷം വളവട്ടണം പാലത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ എന്നുണ്ടെങ്കിൽ പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ അവിടെ പഞ്ചായത്ത് തന്നെ മാറ്റിയെടുത്ത് അബ്ദുൽ കലാം ആസാദിൻ്റെ പേരിലുള്ള ഒരു പൂന്തോട്ടം തന്നെ നിർമ്മിക്കുകയുണ്ടായി. ആ മാറ്റം എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ ഏറ്റവും നല്ലൊരു തുടക്കമായിരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച ഇവിടുത്തെ പാരിസ്ഥിതിക വിഷയങ്ങളിൽ എല്ലാത്തിനും പരിഹാരം കാണാവുന്ന രീതിയിൽ ജില്ലയെ കോഴി മാലിന്യ വിമുക്തമാക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തുടക്കത്തിൽ ദിവസം 9 ടൺ മാലിന്യങ്ങളും പിന്നീട് 2 വർഷത്തിന് ശേഷം ഒരു പ്ലാന്റ് കൂടി, ഒരു കുക്കർ കൂടി സ്ഥാപിച്ച് 15 ടൺ മാലിന്യം സംസ്കരിക്കാനുള്ള ശേഷി ഞങ്ങൾ ഇന്ന് ഈ പ്ലാന്റിനുണ്ട്. വളപട്ടണം പാലത്തിന് വടക്ക് 21 പഞ്ചായത്തുകളും 2 മുനിസിപ്പാലിറ്റികളും ചേർന്ന സ്ഥലങ്ങളിൽ നിന്നാണ് സ്റ്റാളുകൾക്ക് ലൈസൻസ് അനുവദിച്ചുകൊണ്ടുള്ള കരാർ വ്യവസ്ഥയിൽ ഞങ്ങൾ എല്ലാ കോഴിക്കടകളിൽ നിന്നും അവരുണ്ടാക്കുന്ന സ്ലോട്ടറിംഗ് വേസ്റ്റ് നിത്യേന യാതൊരു മുടക്കവും കൂടാതെ കളക്ട് ചെയ്ത് പ്ലാന്റിൽ എത്തിക്കുകയും അത് സംസ്കരിച്ച് പ്രോട്ടീൻ പൗഡർ നിർമ്മിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതിനായി പ്രത്യേകം നിർമ്മിച്ച സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയുള്ള വണ്ടികളിൽ നിന്ന് ദിവസവും 1-2 പ്രാവശ്യം പോയിട്ടാണ് കടകളിൽ നിന്ന് മാലിന്യം എടുത്തുകൊണ്ടിരുന്നത്. അത് ശീതീകരണ സംവിധാനമുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലും ഹരിത കേരളം, ശുചിത്വ മിഷൻ എന്നിവരുടെ മാർഗനിർദ്ദേശത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. തികച്ചും ജൈവ രീതിയിലാണ് ഇവിടെ മാലിന്യം സംസ്കരിക്കുന്നത്. യാതൊരു കെമിക്കലും ഈ പ്രോസസ്സിങ്ങിനിടയിൽ ഉപയോഗിക്കുന്നില്ല. ഇതിന് ഉന്നത മർദ്ദത്തിലും തീവ്രമായ ടെമ്പറേച്ചറിലും പ്രോസസ്സ് ചെയ്ത് അതിനെ ആദ്യം വെള്ളം വറ്റിച്ച് അത് പൗഡറാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. പ്രഷർ കുക്കർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ ഒരു മെറ്റീരിയൽ കളക്ഷൻ ബൂത്തും, അതോടൊപ്പം വാർഡുകളിൽ 20 വാർഡുകളിലായി 45 മിനി മെറ്റീരിയൽ കളക്ഷൻ ബൂത്തും നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ 35 ബോട്ടിൽ ബൂത്തുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ പെൻ ബൂത്തുകളടക്കം സ്ഥാപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഓരോ മാസവും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മറ്റു വേസ്റ്റുകളായ കലണ്ടർ വെച്ചുകൊണ്ട് മറ്റുള്ള വേസ്റ്റുകളും ശേഖരിച്ച് നമ്മുടെ ഏജൻസിയായ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറാൻ വേണ്ടി പാപ്പിശ്ശേരിക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ചതെന്ന് പറയുന്നത് നമുക്ക് പഞ്ചായത്തിൻ്റെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു മഴവെള്ള സംഭരണി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് അതിപ്പോൾ ഉള്ളത് നമ്മുടെ റെൻഡറിംഗ് പ്ലാന്റിനോട് ചേർന്നുള്ള സ്ഥലത്താണ് മഴവെള്ള സംഭരണി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. അത് തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ചുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. 2010-ലാണ് 3 കുടുംബശ്രീ യൂണിറ്റ് സംയുക്തമായി ചേർന്നുകൊണ്ട് പാപ്പിനിശ്ശേരി പ്രദേശത്ത് സൗഭാഗ്യ വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 12ഓളം പേര് മാത്രം ചേർന്ന് തുടങ്ങിയിട്ടുള്ള ഈ ചെറുകിട സംരംഭം നിലവിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സൗഭാഗ്യ വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് മുന്നിൽ. അപ്പം 3 കുടുംബശ്രീക്കാർ കൂടിയിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ 10 വർഷമായി പണിയെടുക്കുന്നു. അതിന് നമ്മളെ രാധേച്ചി മരിച്ചുപോയ രാധേച്ചിയാണ് അതിന് കാരണം.
ഓറ് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു യൂണിറ്റ്, ഒരു വെർജിൻ കോക്കനട്ട് യൂണിറ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് നല്ലതായിരിക്കും, കുടുംബശ്രീക്കാർക്ക് ഒരു യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആക്കാമെന്ന് പറഞ്ഞു. തേങ്ങ നമ്മൾ വിലക്ക് വാങ്ങി അത് നമ്മൾ തന്നെ ചിരകിയിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് പിന്നെ ഓട്ടുരുളിയിൽ വെച്ചിട്ട് വിറക് കത്തിച്ചിട്ട് അങ്ങനെ അത് പാല് കുറുകി വന്നിട്ടാകുമ്പോൾ അതിൻ്റെ കൽക്കത്തിൻ്റെ നിറത്തിനാണ് ഇതിൻ്റെ വെളിച്ചെണ്ണേൻ്റെ പാകം. അപ്പോൾ അത് ആ ഒരു ഗോൾഡൻ കളറ് കൽക്കം വരുമ്പോൾ നമ്മളിത് വാങ്ങി വെക്കും. വിപണനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് അറിഞ്ഞാളെല്ലാം വന്ന് വാങ്ങുന്നുണ്ട്. പിന്നെ ഗൾഫ് നാടുകളിലേക്ക് പോകുന്നവർ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയല്ല പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിന് ചമ്മന്തിപ്പൊടിയെല്ലാം ആക്കലുണ്ടായിരുന്നു. അപ്പോൾ അതിന് കരണ്ടെല്ലാം വേണം, മിക്സി വേണം. അപ്പോൾ അതൊന്നും ഇവിടെ ഇല്ല. ഇതിൻ്റെ മേലിൽ നിന്ന് കുത്താനും കഴിയില്ല. താഴെ അവർ വേറെ ഒരാൾ നിൽക്കുന്നതല്ലേ, ഹോട്ടലില്ലേ, അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഒന്നും ആക്കലില്ല. പഞ്ചായത്തിൽ നിന്നെല്ലാം കുറേ സഹായം കിട്ടിയിട്ടുണ്ട്. 2.5 ലക്ഷം കിട്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്. അംഗീകാരം അവാർഡുണ്ട്, രാധേച്ചിൻ്റെ പേരിലുണ്ട്, കിട്ടീന് കുറെ പോവുക. അംഗീകാരം എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പാപ്പിനിശ്ശേരി പഞ്ചായത്ത് 2 ദേശങ്ങൾ ചേർന്നതാണ്, പാപ്പിനിശ്ശേരിയും അരോളിയും. പാപ്പിനിശ്ശേരി പഞ്ചായത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് വളപട്ടണം പുഴയാണ്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള വളപട്ടണം പുഴ പാപ്പിനിശ്ശേരി പഞ്ചായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ സാംസ്കാരിക വളർച്ചയിൽ പങ്കുവഹിച്ച ഒരു പുഴയാണ്. അത് പാപ്പിനിശ്ശേരിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റം ഈ പുഴയുമായി ബന്ധപ്പെട്ടതാണ്. പഴയകാലത്ത് മാങ്കടവ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ശ്രീകണ്ഠാപുരം വരെയുള്ള ഒരു ജലപാത ഉണ്ടായിരുന്നതായും മലയോര മേഖലയിലെ വലിയ ഒരു കച്ചവട കേന്ദ്രമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പഴയ പാണ്ഡികശാലകളും അതുപോലെ തന്നെ പഴയ കെട്ടിടങ്ങളും നമുക്ക് മാങ്കടവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെയാണ് കടൽ നീങ്ങിയിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ് പാപ്പിനിശ്ശേരിയുടെ താഴ്ന്ന പ്രദേശങ്ങളെന്ന് പറയാം, പാപ്പിനിശ്ശേരി അംശം മുഴുവൻ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രദേശമാണ് അരോളി ഭാഗം എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഉയർന്ന ഒരു പീഠ പ്രദേശമായിട്ടാണ് അരോളിയെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുക. വളരെ പ്രാചീനമായ കാലത്ത് തന്നെ ജനവാസം ഉള്ള ഒരു കേന്ദ്രമായിരുന്നു ഈ അരോളിയും പാപ്പിനിശ്ശേരിയും എന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയും. ഒരു ഉമ്മയുടെയും 3 മക്കളുടെയും മക്ബറ പാപ്പിനിശ്ശേരി ഗ്രാമത്തിൻ്റെ വിശ്വാസ പൈതൃകത്തിൻ്റെ അടയാളം എന്നോണം നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുകയാണ്. പാപ്പിനിശ്ശേരി കാട്ടിലപ്പള്ളിയിലെ ഉറൂസിൻ്റെ പൊലിമകളും ഏറെയാണ്. ഇനി പാപ്പിനിശ്ശേരി കാട്ടിലപ്പള്ളി അഥവാ 3 പെറ്റുമ്മ പള്ളിയുടെ വിശേഷങ്ങളാണ് നമ്മുടെ മുന്നിൽ. പാപ്പിനിശ്ശേരി അറിയപ്പെട്ട 3 പെറ്റുമ്മ ദർഗ, ഇതിൽ ഒരു ഉമ്മയും 3 മക്കളും അടങ്ങിയിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാട് പ്രദേശമായ പാപ്പിനിശ്ശേരി, ഇവിടെ ഉമ്മയും 3 മക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. കൊല്ലന്തോളം ഇവിടെ ഉറൂസ് നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഇക്കൊല്ലവും വിപുലമായി ഉറൂസ് നടത്തപ്പെടുന്നുണ്ട്. ജാതി മതം അന്യേ എല്ലാവരും ഇവിടെ എല്ലാ ആവശ്യങ്ങൾക്കും വരികയും അവരുടെ കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യുന്നുണ്ട്.
സാംസ്കാരികമായി പാപ്പിനിശ്ശേരി പുരാതന കാലം മുതൽ തന്നെ വളരെ സമ്പന്നമായ ഒരു അവസ്ഥയിലായിരുന്നു. 14-ാം നൂറ്റാണ്ടിൽ തന്നെ പാപ്പിനിശ്ശേരിയുടെ സാംസ്കാരിക ചലനങ്ങൾ വളരെ പ്രകടമായിരുന്നു. നമ്മുടെ വളരെ ഈ ഉള്ളൂരിൻ്റെ പ്രഖ്യാതമായ സാഹിത്യ ചരിത്രത്തിൽ ഒരു ഭാഷാ ചമ്പുവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യത്തെ കേരളത്തിലുണ്ടായ സംസ്കൃത ഭാഷാ ചമ്പുവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അമോഘരാഘവം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് കൂത്ത്, പാടകം തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ആയിരുന്നു. അപ്പോൾ ഉള്ളൂർ എസ് പരമേശ്വരർ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ പറയുന്ന അമോഘരാഘവം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ദിവാകര കവിയാണ്. ദിവാകര കവി എന്നാൽ നമ്മുടെ പാപ്പിനിശ്ശേരിയിൽ, അതായത് കീച്ചേരി വടേശ്വരം അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് അവിടെയുള്ള പ്രത്യേക കൂത്തിൽ താമസിച്ച് അവിടെയായിരുന്നു അദ്ദേഹം ഈ ഭാഷാ ചമ്പു എഴുതിയത്. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിന് അവകാശപ്പെട്ടവരാണ് പാപ്പിനിശ്ശേരിക്കാർ. പിൽക്കാലത്ത് നിരവധി, ആദ്യത്തെ സന്ദേശകാവ്യം എന്ന് ചിലരെങ്കിലും പറയുന്ന ഒരു കാവ്യമാണ് ഭൃംഗസന്ദേശം. ആ ഭൃംഗസന്ദേശം എഴുതിയത് അപ്പാട്ട് രാമനെഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹവും നമ്മുടെ പാപ്പിനിശ്ശേരിയിലെ കീച്ചേരി താമസക്കാരനാണ്. പിൽക്കാലത്ത് നിരവധി കേരളത്തിൽ തന്നെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന നിരവധി കലാകാരന്മാർ, ഉദാഹരണത്തിന് നമ്മുടെ KV ഹരിദാസ് എന്ന് പറയുന്ന ചിത്രകാരനുണ്ട്. ചെന്നൈയിലുള്ള ചോളമണ്ഡലം കലാഗ്രാമത്തിൽ അവിടെയുള്ള KV ഹരിദാസ്, അദ്ദേഹം ലോകപ്രശസ്ത ചിത്രകാരനാണ്. അദ്ദേഹം നമ്മുടെ പാപ്പിനിശ്ശേരിക്കാരനാണ്. പിന്നീട് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള നമുക്കൊക്കെ അറിയാവുന്ന പ്രഖ്യാത കാർട്ടൂണിസ്റ്റ് PV കൃഷ്ണൻ, അദ്ദേഹം പാപ്പിനിശ്ശേരിക്കാരനാണ്. അങ്ങനെ നിരവധി പേർ നമ്മുടെ പാപ്പിനിശ്ശേരിയുടെ സമ്പത്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ കലാമണ്ഡലം വനജ, ലോകത്തിൽ തന്നെ നൃത്തനാടക രംഗത്ത് അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ് കലാമണ്ഡലം വനജ. അവരുടെ കടാങ്കോട്ടും ആക്കം എന്ന് പറയുന്ന നാടകം ഏതാണ്ട് 2000-ലധികം വേദികളിൽ അരങ്ങേറിയിട്ടുണ്ട്. അപ്പോൾ അവർ പാപ്പിനിശ്ശേരി പടിഞ്ഞാറ് താമസിക്കുന്ന ഒരു കലാകാരിയാണ് കലാമണ്ഡലം വനജ. അങ്ങനെ നാടകരംഗത്തും വളരെ സമ്പന്നമായ ഒരു പാരമ്പര്യം നമുക്ക് അവകാശപ്പെടാവുന്നതാണ്. നമ്മുടെ 3 നാടക ട്രൂപ്പുകളായിരുന്നു നമ്മുടെ പാപ്പിനിശ്ശേരിയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് അരുളി ശാന്തിപ്രഭ, മറ്റൊന്ന് ഐക്യകേരള കലാനിലയം, മറ്റൊന്ന് പാപ്പിനിശ്ശേരി പടിഞ്ഞാറുണ്ടായിരുന്ന PPAC, അതായത് പാപ്പിനിശ്ശേരി പീപ്പിൾസ് ആർട്ട് സെൻറ്റർ. അതിപ്പോഴില്ല. ബാക്കി രണ്ടും ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഐക്യകേരള കലാനിലയാണെങ്കിൽ എല്ലാ വർഷവും നിരവധി ഓരോ നാടകങ്ങൾ കൊണ്ട് അമച്വർ നാടകരംഗത്ത് വളരെ സജീവമായ സാന്നിധ്യം അറിയിക്കുന്നതാണ്. ഉണ്ണിക്കണ്ണൻ മാഷ്, പഴയ പാപ്പിനിശ്ശേരിയുടെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ്, ഓരോ വർഷവും പുതിയ നാടകങ്ങൾ എഴുതി. അദ്ദേഹം 40-50-ലധികം നാടകങ്ങൾ അദ്ദേഹം ഐക്യകേരള കലാനിലയത്തിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. അതെല്ലാം തന്നെ കേവലം നാടകം എന്നതിലപ്പുറം അത് നമ്മുടെ ഒരു സാമൂഹ്യ പരിഷ്കരണത്തിനുള്ള ഒരു വേദി കൂടിയായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ നാടക പാരമ്പര്യം. കേവലം രസിപ്പിക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല പാപ്പിനിശ്ശേരിയിലെ എഴുത്തുകാരും കലാകാരന്മാരും അവരുടെ കലാപ്രവർത്തനം നടത്തിയത്. അത് സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി അവരുടെ കലാപ്രവർത്തനം ഉപയോഗിച്ചു എന്നുള്ളതാണ് വാസ്തവം. പാപ്പിനിശ്ശേരിയുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദു, അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻസ്, അതുപോലെ മുസ്ലിങ്ങൾ, ഈ 3 മതവിഭാഗങ്ങളും വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന, സൗഹാർദ്ദത്തോടു കൂടിയിട്ട് നിലനിൽക്കുന്ന, മതമൈത്രി നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പാപ്പിനിശ്ശേരി. 1920 കാലഘട്ടത്തിലാണ് പാപ്പിനിശ്ശേരി പ്രദേശത്ത് വ്യവസായശാലകൾ തുടക്കം കുറിക്കുന്നത്. ആ വ്യവസായശാലകളിലേക്ക് തൊഴിലെടുക്കുവാനായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തൊഴിലാളികൾ ഇവിടെ വന്നു ചേരുകയായിരുന്നു. അങ്ങനെ വന്നു ചേർന്ന ക്രിസ്ത്യൻ ജനവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ചൂരക്കാടൻ ആറോണും മകൻ സാമുവൽ ആറോണും എടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായി അവർ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള CSI ചർച്ചിൻ്റെ വിശേഷങ്ങളാണ് ഇനി നമുക്ക് മുന്നിൽ. പാപ്പിനിശ്ശേരി പഞ്ചായത്തിലെ ഒരു പുരാതന ദേവാലയമാണ് സെൻറ്റനറി മെമ്മോറിയൽ CSI സഭ. ഇതിൻ്റെ ഒരു ആരംഭത്തെക്കുറിച്ച് പറയുന്നതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. 1920 കാലഘട്ടത്തിലാണ് CSI സഭാംഗങ്ങൾ ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ ഒരു ആരംഭം എന്ന നിലയിൽ 1920 കാലഘട്ടത്തിലാണ് നമ്മളുടെ ചൂരക്കാടൻ ആരോൺ, അദ്ദേഹം ഒരു വയസ്സായ പ്രമുഖനാണ്. അദ്ദേഹം പാപ്പിനിശ്ശേരിയിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ വ്യവസായവുമായി ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാരെ മലപ്പുറം ജില്ലയിലെ കൊടക്കൽ, പരപ്പേരി, തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം, കണ്ണൂർ ജില്ലയിലെ ചോമ്പാല എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ കൊണ്ടുവരികയും
അത്തരത്തിൽ അവർ കടന്നു വന്ന സമയത്ത് അവർക്ക് ആരാധിക്കുവാനായിട്ട് ഒരു ഇടമില്ലായിരുന്നു. അവർ വീടുകളിലാണ് ആരാധന ആരംഭിച്ചത്. ആ സമയത്താണ് 1924 കാലഘട്ടത്തിൽ ആരോൺ UP സ്കൂൾ എന്ന ഒരു സ്ഥാപനം ആരംഭിച്ചു. വീടുകളിൽ നിന്ന് ആരാധന സ്കൂളിലേക്ക് മാറ്റുകയുണ്ടായി. അതിനുശേഷം സാമുവേൽ ആരോൺ എന്ന ദീക്ഷണശാലിയായിട്ടുള്ള വ്യവസായ പ്രമുഖൻ സഭയ്ക്ക് സ്ഥലം നൽകുകയും ഈ സ്ഥലത്ത് ഒരു ദേവാലയം 1937 കാലഘട്ടത്തിൽ അതിൻ്റെ പണികൾ ആരംഭിക്കുകയും ചെയ്തു. 1939 ജനുവരി മാസം 22-ാം തീയതി മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം പണിത് അതിൽ ആരാധന ആരംഭിച്ചു. ഒരു ചെറിയ സമൂഹമായിട്ട് ഈ ദേശത്തേക്ക് കടന്നു വന്നുവെങ്കിലും ഇപ്പോൾ ഈ CSI സഭയിൽ ഏതാണ്ട് 300ഓളം കുടുംബങ്ങൾ 1500ഓളം മെമ്പേഴ്സുമുള്ള ഒരു വലിയ ഇടവകയായി ഇത് വളർന്നു. CSI സഭയുടെ മലബാർ മഹാ ഇടവകയുടെ അധീനതയിലാണ് ഈ സഭ ഇന്ന് നിലനിൽക്കുന്നത്. ധാരാളം പ്രവർത്തനങ്ങൾ ഇന്ന് ഈ സഭയുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സൺഡേ സ്കൂള്, യുവജനങ്ങൾക്ക് വേണ്ടി യുവജന പ്രസ്ഥാനം, സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീജന സഖ്യം, പുരുഷന്മാർക്ക് വേണ്ടി മെൻസ് ഫെലോഷിപ്പ്, ടീച്ചേഴ്സായിട്ടുള്ള ധാരാളം ആൾക്കാർ ഇവിടെയുണ്ട്, അവർക്ക് വേണ്ടി ടീച്ചേഴ്സ് ഫെലോഷിപ്പ്. അതുപോലെ തന്നെ സമൂഹവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരും വേദനപ്പെടുന്നവരും ഇടവയിൽ തന്നെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി കരുതുന്ന കരം, ഇങ്ങനെയുള്ള ധാരാളം പ്രസ്ഥാനങ്ങൾ, പരിപാടികൾ ഇടവയുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ജർമ്മനിയിൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനിൽ ആരംഭിച്ച മിഷണറിമാരാണ് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് ജർമ്മനിയിലെ വിവിധ സഭകളുമായിട്ട് ബന്ധപ്പെടുകയും അവരെ ഈ ആരാധനകളിലും മറ്റും പങ്കെടുക്കുകയും ചെയ്യുന്നതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മനോഹരമായിട്ടുള്ളൊരു സെമിട്രി നമുക്കുണ്ട്. അതിൽ ആണ് വ്യവസായ പ്രമുഖനായിട്ടുള്ള സാമുവേൽ ആരോൺ, അദ്ദേഹത്തിൻ്റെ പിതാവ് ചൂരക്കാടൻ ആരോൺ എന്നിവരെ നമ്മൾ അടക്കം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ധാരാളം ദീക്ഷണശാലികളായിട്ടുള്ള മനുഷ്യരുടെ പാദസ്പർശമേറ്റതായ മണ്ണാണ് ഈ ദേവാലയം എന്ന് പറയുന്നത്. പാപ്പിനിശ്ശേരിയുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ അതിലേറ്റവും വലിയ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള സംഭവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ യാതൊരു സംശയമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, അതായത് നേരത്തെ പരമ്പരാഗതമായ കൃഷിയും അത് കന്നുകാലി വളർത്തലും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗത്തെ മാറ്റിമറിച്ച, അവരുടെ സാമ്പത്തിക നിലയെ മാറ്റിമറിച്ച സംഭവം ആറോൺ മിൽ സ്ഥാപനം ആണ്. സാമുവൽ ആറോൺ എന്ന് പറയുന്ന അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്, അദ്ദേഹം അവിടെ നമ്മുടെ പാപ്പിനിശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കോട്ടൺ മിൽ സ്ഥാപിക്കുകയും ഇവിടെ മൂലധനം നിക്ഷേപിക്കുകയും പുറത്തു നിന്നൊക്കെ തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് വലിയ ഒരു വ്യവസായശാല ആരംഭിച്ചത് നമ്മുടെ പാപ്പിനിശ്ശേരിയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളായിരുന്നു സാമുവൽ ആറോൺ എന്ന് പറയുന്നത്. അന്നത്തെ കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു. അപ്പോൾ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സാമുവൽ ആറോൺ നമ്മുടെ ഈ പാപ്പിനിശ്ശേരിയുമായി ബന്ധപ്പെട്ടിട്ട് തുടങ്ങിയിട്ടുള്ള ഈ മഗ്ഗം വെച്ചുകൊണ്ട് നെയ്യുന്ന അവസ്ഥ, സ്പിന്നിങ് മില്ല് തുടങ്ങിയിട്ടുള്ള, അത് പിന്നീട് നമ്മുടെ ടൈൽസ് ഫാക്ടറി, ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള സാമൂഹ്യ മാറ്റം വലുതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മൈത്രി വളർത്തിയെടുക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നോടിയായിട്ട് തന്നെ തൊഴിലാളി പ്രസ്ഥാനം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മേഖലയായിരുന്നു ഈ പാപ്പിനിശ്ശേരി മേഖല എന്ന് പറയുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മുൻനിര നേതാക്കന്മാരെല്ലാം ഈ ആറോൺ മിൽ സമരവുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രവർത്തിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പോൾ പി കൃഷ്ണപിള്ള അടക്കമുള്ള ആളുകൾ പാപ്പിനിശ്ശേരിയിൽ എത്തുകയും ഈ തൊഴിലാളി വർഗത്തിൻ്റെ മുന്നേറ്റത്തിന് അടിത്തറ പാകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് തന്നെയുള്ള തൊട്ടടുത്ത പഞ്ചായത്തിലെ കല്യാശ്ശേരി എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന നേതാക്കന്മാർ EK നായനാർ, KPR ഗോപാലാട്ടൻ, അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാന്തലോട്ട് കരുണൻ തുടങ്ങിയിട്ടുള്ള കാന്തലോട്ട് കുഞ്ഞമ്പുവട്ടൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഈ സമരവുമായിട്ട്, ആറോൺ സമരവുമായി ബന്ധപ്പെടുകയും ആ രീതിയിൽ വലിയ തോതിൽ ഈ ദേശീയ പ്രസ്ഥാനത്തിന്
അതിൻ്റെ ഒരു മുന്നേറ്റത്തിന് വഴിതെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തൊഴിലാളികൾക്ക് ഒരു വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചത് ഈ ആറോൺ മില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. പാപ്പിശ്ശേരിയിലായി നമുക്കാകെ 10 വിദ്യാലയങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഉള്ളത്. പിന്നെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 10 വിദ്യാലയങ്ങളും അതോടൊപ്പം തന്നെയുള്ള മറ്റു വിദ്യാലയങ്ങളും അടക്കം 15 വിദ്യാലയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അംഗൻവാടികൾ 19 അംഗൻവാടികളും പാപ്പിശ്ശേരി പഞ്ചായത്തിലുണ്ട്. ഈ ഹയർ സെക്കൻഡറി സ്കൂള് ഒരു ഏകാധ്യാപക വിദ്യാലയമായിട്ടാണ് ആരംഭിച്ചത്. അത് 1928 1969 അത് ഒരു UP സ്കൂളായി ഉയർത്തപ്പെട്ടു. 1980 ഹൈസ്കൂൾ, 2010 അത് ഹയർ സെക്കൻഡറി ആയി ഉയർത്തപ്പെട്ടു. ഇവിടെ നമ്മുടെ -2 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളായിട്ട് കുറേ ഡിവിഷനുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എന്ന് പറയുന്ന 2 വിഷയങ്ങളാണ്, 2 ബാച്ചുകളാണുള്ളത്, 4 ക്ലാസ്സുകളാണുള്ളത്. മെയിനായിട്ടുള്ള കൊമേഴ്സ് എന്ന് പറയുന്ന വിഷയവും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. ഹൈസ്കൂളിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഹൈസ്കൂളിൽ നമ്മളിവിടെ -2 മുതൽ, അതായത് KG കിൻഡർ ഗാർഡൻ മുതൽ അതുപോലെ തന്നെ 10ാം ക്ലാസ് വരെ പല ഡിവിഷനുകളായിട്ട് ഇവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. മികച്ച PTA കണ്ണൂർ ജില്ലയിലെ മികച്ച PTA അവാർഡ് തുടർച്ചയായി നേടാൻ കഴിഞ്ഞ ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂള്. അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ മികച്ച ഹൈസ്കൂളിനുള്ള MLA അവാർഡ് നേടാൻ കഴിഞ്ഞു. അധ്യാപക രക്ഷാകർത്ത സമിതിയുടെയും നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ശ്രമഫലമായിട്ടാണ് ഈ സ്കൂൾ ഈ ഉയർച്ചയിലേക്ക് കൈവരിച്ചിരിക്കുന്നത്. നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്കൂൾ വാഹന സൗകര്യം നമ്മൾക്കുണ്ട്, വിശാലമായ ഓഡിറ്റോറിയം ഉണ്ട്, അതുപോലെ തന്നെ ടൈൽ ഭാഗ്യം, ഇരിപ്പിടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗകര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ IT ലാബ്, അതുപോലെ തന്നെ ശാസ്ത്രഭൂഷണി ലാബ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബ്, മറ്റ് ക്ലബ്ബുകൾ, ഇങ്ങനെയുള്ള വിവിധ ക്ലബ്ബുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇംഗ്ലീഷ് ക്ലബ്ബ്, പരിസ്ഥിതി ക്ലബ്ബ്, ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ്, ഹെൽത്ത് ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ സൗഹൃദ ക്ലബ്ബ്, അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് ക്ലബ്ബ്, ഇങ്ങനെയുള്ള വിവിധ ക്ലബ്ബുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് നമ്മുടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. 1984 പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയാണ്. ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ പട്ടികജാതിക്കാരായ 10 വനിതകൾക്ക് നെയ്ത്ത് പരിശീലനം നൽകുകയും അവരുടെ പിന്നെ ഇവിടെ ഈ സ്ഥാപനത്തിൽ സ്ഥിരം ജോലി ചെയ്യുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഈ സ്ഥാപനം വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി കീച്ചേരി സ്ഥലം വാങ്ങിക്കുകയും അവിടെ സ്വന്തമായി ബിൽഡിങ് എടുക്കുന്നതിനും സാധിച്ചു. തുടർന്ന് അങ്ങോട്ട് നിരന്തരം പട്ടികജാതിക്കാരായ വനിതകൾക്ക് നെയ്ത്ത് പരിശീലനം കൊടുക്കുകയും അവർക്ക് സ്ഥിരം ജോലി കൊടുക്കുന്നതിനും നമ്മുടെ സ്ഥാപനത്തിൽ സാധിച്ചു. പരമ്പരാഗതമായി ഈ തൊഴിലിനോട് തീരെ അറിവില്ലാത്തവരായിരുന്നു നമ്മുടെ ഈ തൊഴിലാളികൾ. സർക്കാരിൻ്റെ സഹായത്തോടുകൂടെ നെയ്ത്ത് പരിശീലനം കൊടുക്കുകയും അവർക്ക് നല്ലൊരു വരുമാനം ഈ മേഖലയിൽ കൂടി ഉണ്ടാക്കിയെടുക്കുന്നതിനും സാധിച്ചു. പ്രധാനമായും ഉൽപ്പാദനം സർക്കാരിൻ്റെ സ്കൂൾ യൂണിഫോം ആണ് ഇപ്പോൾ നെയ്തു വരുന്നത്. വർഷങ്ങളായി 7-8 വർഷത്തോളമായി ഇപ്പോൾ ഈ യൂണിഫോമിൻ്റെ പ്രവർത്തനം നല്ല നിലയിൽ നടന്നു വരികയാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെ പട്ടികജാതി മേഖലയിൽ സ്ത്രീകൾ തൊഴിലാളികളായിട്ടുള്ള നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ഇല്ലാതെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. തുടർച്ചയായിട്ട് ജോലി കൊടുക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ യൂണിഫോം പദ്ധതി വന്നതോടെ തന്നെ ദിവസം നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നുണ്ട്.
രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ് തൊഴിലെങ്കിലും കുറേ ആൾക്കാർ നേരത്തെ വരും. അതുപോലെ തന്നെ കൂടുതൽ സമയം നെയ്തുകൊണ്ടും നല്ല വരുമാനം ഈ യൂണിഫോം നെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. സംസ്ഥാനത്ത് അവാർഡുകളൊക്കെ നമ്മുടെ സ്ഥാപനത്തിലും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും ലഭിക്കുകയുണ്ടായി. സംസ്ഥാന സർക്കാർ നടത്തി വരുന്ന കലാപരമായ കൈത്തറി നെയ്ത്ത് മത്സരത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ 10ഓളം തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും അതുപോലെ തന്നെ 3ാം സ്ഥാനവും കരസ്ഥമാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് പട്ടികജാതി മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിന് 2 തവണ 1ാം സ്ഥാനം സംസ്ഥാനത്ത് 1ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. 1 ലക്ഷം രൂപയും അതുപോലെ തന്നെ പ്രശസ്തി പത്രവും നമ്മുടെ സ്ഥാപനത്തിന് ലഭിച്ചു. പാപ്പിശ്ശേരിയിലെ റോഡുകളെ സംബന്ധിച്ച് പറയുമ്പോൾ പഞ്ചായത്ത് 20 വാർഡുകളാണുള്ളത്. 20 വാർഡുകളിലും നമുക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ എല്ലാ വാർഡുകളും തുല്യ രീതിയിൽ തന്നെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ വർഷം പദ്ധതി പ്രവർത്തനം നടത്തുന്നത്. തുല്യ രീതി എന്ന് പറയുമ്പോൾ ഏത് വാർഡിനാണോ നമുക്ക് കൂടുതൽ ആവശ്യം എന്നുള്ളത് അവരുടെ അടിസ്ഥാനത്തിൽ നിന്ന് രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെ നമ്മൾ ഓരോ ഫണ്ടും ചെലവഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ വർഷത്തെ പദ്ധതിയോടുകൂടി തന്നെ നമുക്ക് ഏകദേശം പഞ്ചായത്തിലെ എല്ലാ ഉള്ളിലുള്ള റോഡുകളുടെയും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ പദ്ധതിയിൽ ഒരുപാട് റോഡുകൾ അടുത്ത വർഷം നവംബർ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഭരണസമിതിയുടെ കാലാവധി കഴിയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ഈ വർഷം പരമാവധി നമ്മുടെ ഓൺ ഫണ്ട് ഏകദേശം 3 കോടിയോളം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റോഡിൻ്റെ വികസനത്തിന് വേണ്ടി ഫണ്ട് മാറ്റിവെച്ചിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ പാപ്പിശ്ശേരി പഞ്ചായത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബഡ്സ് സ്കൂളുണ്ട്. ആ ബഡ്സ് സ്കൂളിൽ നല്ല എല്ലാ ഉപകരണങ്ങളും വെച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ബഡ്സ് സ്കൂളാണ്. നമ്മുടെ ബഡ്സ് സ്കൂളിനെ കണ്ട് അതിൻ്റെ മാതൃക ചെയ്യാൻ വേണ്ടി പല പഞ്ചായത്തുകളും നമ്മുടെ ബഡ്സ് സ്കൂളിനെ കാണാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ അറിയുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം നമ്മുടെ പഞ്ചായത്തിൽ വരാറുണ്ട്. അപ്പം ആ ബഡ്സ് സ്കൂളിലും ബഡ്സ് മേഖലയിലെ കുട്ടികൾക്കും നല്ല രീതിയിലുള്ള പ്രവർത്തനം പഞ്ചായത്തിന് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പോൾ പാപ്പിനിശ്ശേരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഹീരണേശ്വരൻ ക്ഷേത്രം എന്ന് പറയുന്ന പാപ്പിനിശ്ശേരി ശിവക്ഷേത്രവും വടേശ്വരൻ ക്ഷേത്രം, ഇപ്പോൾ അരയാല ശ്രീകൃഷ്ണ ക്ഷേത്രം, ഇതൊക്കെ ഈ പാപ്പിനിശ്ശേരി പഞ്ചായത്തിലെ പ്രസിദ്ധങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. അതിൽ ഈ വടേശ്വരവും അതുപോലെ തന്നെ അഹീരണേശ്വരം ഈ 2 ക്ഷേത്രങ്ങളെക്കുറിച്ചും പഴയകാല മൂഷക വംശം കാവ്യത്തിൽ ഇതിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ ഈ പാപ്പിനിശ്ശേരി അംശം അതുപോലെ തന്നെ അരോളി അംശം ഈ 2 പ്രദേശങ്ങൾ ചേർന്നിട്ട് പാപ്പിനിശ്ശേരി പഞ്ചായത്ത് രൂപം കൊള്ളുന്നത് 1937 അങ്ങനെ 1937 അന്നത്തെ അംശം അധികാരിയായിരുന്ന കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ എന്ന് പറയുന്ന ആളാണ് പഞ്ചായത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് നോമിനേറ്റ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം അധികാരിയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും 2 സ്ഥാനങ്ങൾ ഒരുമിച്ച് വഹിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് നമുക്കറിയാം തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി വന്നു. പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഈ പാപ്പിനിശ്ശേരി പഞ്ചായത്തിൻ്റെ ഭരണാധികാരികളായിട്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് KP ഗോപാലൻ, പിന്നീട് MV രാഘവൻ, അതുപോലെ തന്നെ നമ്മുടെ ഗോപാലൻ, K നാരനാട്ടൻ, അതുപോലെ റീന, അതുപോലെ തന്നെ ഇങ്ങനെ നിരവധി ആളുകൾ ഈ പഞ്ചായത്ത് EP കുഞ്ഞിരാമേട്ടൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഈ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഇവിടെ നിലനിന്നിരുന്നു. ഏറ്റവും ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് നിലനിന്നിരുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന MV രാഘവൻ ആണ്. ഹാപ്പിനെസ് പാർക്ക് നമുക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായ സഹായം തന്നവർ നമ്മുടെ കാർഷിക കർമ്മസേന, അതുപോലെ തന്നെ വലിയ പട്ടൺ ടൈൽസ്, സിൻസിയർ ഫർണിച്ചർ, അപ്പോൾ അതുപോലെ തന്നെ ESI ചർച്ച് എന്നിവിടങ്ങളിൽ നിന്നുള്ള അവരുടെ നല്ല രീതിയിലുള്ള സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അത്തരത്തിലൊരു പാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം അത് ഹൈവേൻ്റെ സ്ഥലമായതുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടാണ് നല്ലവരായ നാട്ടുകാരുടെ സഹായത്തോടു കൂടി നമുക്ക് ഈ ഹാപ്പിനെസ് പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്.
ഞാനിപ്പോൾ നിൽക്കുന്നത് വളപട്ടണം പാലത്തിൻ്റെ മുകളിലാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് പാപ്പനശ്ശേരി പഞ്ചായത്ത് തുടങ്ങുന്നത്. ആ പാപ്പനശ്ശേരി പഞ്ചായത്തിൻ്റെ ചരിത്രവും വിശേഷങ്ങളും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. വിദ്യാഭ്യാസ, വ്യാവസായിക, സാംസ്കാരിക മേഖലകളിൽ വ്യത്യസ്തമാർന്ന പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ചിട്ടുള്ള പാപ്പനശ്ശേരി പഞ്ചായത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഭാവിയിലും പാപ്പനശ്ശേരി പഞ്ചായത്തിന് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമ്മുടെ നാടിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.